ഹായ്, മലയാളത്തിലെ ഏറ്റവും വലിയ താരം അതാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരേ ഒരു ഉത്തരം അത് മോഹൻലാൽ എന്നായിരിക്കും. അതിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാവില്ല. മോഹൻലാൽ തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ താരം. അദ്ദേഹത്തിൻ്റെതായിട്ട് ഇനി വരാൻ പോകുന്ന സിനിമകൾ എല്ലാം ഗംഭീര സിനിമകളാണ്, എല്ലാം വലിയ സിനിമകളാണ്. അതായത് പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുള്ള സിനിമകളാണ്. അദ്ദേഹം നായകനാവുന്ന എല്ലാ സിനിമകളും. ഇനി ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന പറഞ്ഞു കേൾക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അതിന്റെ സംവിധായകർ തീർച്ചയായും നമ്മളെ ഞെട്ടിക്കുന്ന പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത്. 2024 അവസാനിക്കുമ്പോൾ മോഹൻലാലിൻ്റെതായിട്ട് തിയേറ്ററുകളിൽ ഒരുപാട് ഫ്ലോപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, അതായത് കൊറോണയ്ക്ക് ശേഷം. പക്ഷേ 2025 3 സിനിമകളിൽ മോഹൻലാൽ നായകനായി അഭിനയിച്ചു. ആ 3 സിനിമകളും മലയാളത്തിലെ വലിയ വിജയചിത്രങ്ങളായി മാറി. അതിൽ 2 സിനിമകൾ 200 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ 2026 ഈ വർഷം മോഹൻലാലിൻ്റെതായിട്ട് വരാനിരിക്കുന്ന സിനിമകൾ എല്ലാം ഗംഭീരമാണ്. ഇനി ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന സിനിമകളും ഗംഭീരമാണ്. മോഹൻലാൽ നായകനാവുന്ന 2026 സംഭവിക്കാൻ പോകുന്ന സിനിമകൾ അത് ഏതൊക്കെയായിരിക്കും? ഒരുപക്ഷെ ഈ എല്ലാ സിനിമകളും 2026 റിലീസ് ചെയ്യില്ല, ഒരുപക്ഷെ 2027 ആയിരിക്കാം. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 2026 മോഹൻലാലിന്റെ ആദ്യ റിലീസ് അത് ദൃശ്യം 3 ആണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ദൃശ്യം 3 അത് ഏത് ലെവലായിരിക്കും എന്ന്. മലയാള സിനിമയിലെ സകല കളക്ഷൻ റെക്കോർഡുകളും മറികടക്കാൻ തന്നെയാണ് ദൃശ്യം 3യുടെ വരവ്. അമ്മാതിരി ഹൈപ്പാണ് സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിരിക്കുന്നത്. മലയാളികൾ മാത്രമല്ല എല്ലാ ഭാഷക്കാരും ഈ സിനിമയെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മലയാള സിനിമയിൽ ഏറ്റവും ലാഭം നേടുന്ന സിനിമയായിട്ട് ദൃശ്യം 3 മാറും എന്നുറപ്പാണ്. അമ്മാതിരി റെക്കോർഡ് ബിസിനസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൃശ്യം 3 വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതിനുശേഷം വരുന്നത് പാട്രിയറ്റ് എന്ന സിനിമയാണ്. മോഹൻലാലിനോടൊപ്പം മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിവരൊക്കെ അഭിനയിക്കുന്ന മൾട്ടി സ്റ്റാർ സിനിമ. പാട്രിയറ്റ് ഏപ്രിൽ 23 റിലീസ് ചെയ്യും. ഈ സിനിമയ്ക്കും നല്ല പ്രതീക്ഷയുണ്ട് പ്രേക്ഷകരിൽ. അതിനുശേഷം മോഹൻലാൽ നായകനായി തിയേറ്ററിലേക്ക് വരുന്ന സിനിമ L366 ആണ്. ഇതിനിടയിൽ മോഹൻലാൽ ഗസ്ട്രോൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ചിത്രങ്ങൾ വരുന്നുണ്ട്. പക്ഷേ മോഹൻലാൽ നായകനായി വരുന്ന സിനിമ L366 ആണ്. തുടരും എന്ന വമ്പൻ വിജയത്തിന് ശേഷം തരുൺമൂർത്തി, മോഹൻലാൽ ഇവരൊന്നിക്കുന്ന സിനിമയാണ്. പ്രേക്ഷകരിൽ വലിയ പ്രതീക്ഷയാണ്. മോഹൻലാൽ പോലീസ് വേഷത്തിലാണ് ഈ സിനിമയിൽ എത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ താടി വെടിച്ച് മീശ വിരിച്ച് ഒരു അടാർ ലുക്കിലാണ് വരുന്നത്. ഒക്ടോബറിലായിരിക്കും സിനിമയുടെ റിലീസ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയും സിനിമകളാണ് മോഹൻലാൽ നായകനായി 2026 എത്താൻ പോകുന്ന സിനിമകൾ. പക്ഷെ ഷൂട്ടിംഗ് തുടങ്ങാൻ സാധ്യതയുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഒന്ന് ഗോകുലത്തിന്റെ വലിയ പ്രൊജക്ട് L367. ഗോകുലം മൂവീസിന്റെ ഏറ്റവും വലിയ സിനിമയായിരിക്കും ഇത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ആ സിനിമയാണ് മോഹൻലാൽ അടുത്തതായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന 3 സിനിമകൾ അതിന്റെ സംവിധായകർ തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. L367 ശേഷം മോഹൻലാൽ ചെയ്യുന്ന സിനിമ അത് ആശീർവാദ് സിനിമാസ് ആണ് നിർമ്മിക്കുന്നത്. ദിലീഷ് പോത്തനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മൾക്കറിയാം റിയലിസ്റ്റിക് സിനിമകളുടെ രാജാവാണ് ദിലീഷ് പോത്തൻ. അദ്ദേഹത്തിന്റെ സിനിമയിൽ മോഹൻലാൽ നായകനാവുന്നു എന്നറിയുമ്പോൾ വലിയ ആവേശമാണ് ഉണ്ടാവുന്നത്. അതും പക്ക ഒരു മാസ് പടം, അതായത് നാടൻ അടിപ്പടം. പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മോഹൻലാലിനെ നമ്മൾക്ക് ദിലീഷ് പോത്തൻ തരും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം മോഹൻലാൽ ബ്ലസ്സിയുടെ സിനിമയിലാണ് അഭിനയിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബ്ലസ്സി, മോഹൻലാൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചാൽ എന്താണ് തിയേറ്ററുകളിൽ സംഭവിക്കുക എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. മുൻപ് നമ്മൾ കണ്ടതാണ് തന്മാത്ര, ഭ്രമരം. അതായത് മോഹൻലാൽ എന്ന നടനിലെ അഭിനേതാവിനെ മിനുക്കിയെടുക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ബ്ലസ്സി. തന്മാത്രയായാലും ഭ്രമരമായാലും മോഹൻലാലിന്റെ അഭിനയസിദ്ധി എന്താണ് എന്ന് നമ്മൾക്ക് കാണിച്ചു തന്നതാണ്. അദ്ദേഹം വീണ്ടും മോഹൻലാലുമായി ഒന്നിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം വരുന്ന മോഹൻലാൽ സിനിമ ആരാണ് അതിന്റെ സംവിധായകൻ? തീർച്ചയായും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേര് അമൽ നീരദ് എന്നാണ്. അമൽ നീരദും മോഹൻലാലും ഒന്നിക്കുമ്പോൾ തിയേറ്ററുകളിൽ ബ്ലാസ്റ്റ് ആയിരിക്കും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും അമൽ നീരദ്, മോഹൻലാൽ ഇവർ ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണ്. മോഹൻലാലിന്റെ ഒരു സ്റ്റൈലൻ വേഷം അത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം ആ സിനിമയിലൂടെ നടപ്പാകുക തന്നെ ചെയ്യും. അമൽ നീരദ് മോഹൻലാൽ പ്രൊജക്ട് ഓൺ ആവുകയും ആ സിനിമ തിയേറ്ററുകളിൽ പോസിറ്റീവ് റെസ്പോൺസും നേടിയെടുത്താൽ മലയാള സിനിമയ്ക്ക് എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾ കൃത്യമായി അറിയും. മലയാളത്തിന്റെ കൃത്യമായിട്ടുള്ള ബോക്സ് ഓഫീസ് പവർ എന്താണ് എന്ന് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകും. അമ്മാതിരി ഒരു പ്രൊജക്റ്റ് ആയിരിക്കും അത്. ആ രീതിയിലുള്ള ഒരു വമ്പൻ സംഭവം തന്നെയായിരിക്കും അമൽ നീരദ് മോഹൻലാലിന് വേണ്ടി ഒരുക്കി വെക്കുക. എന്തായാലും മോഹൻലാലിൻ്റെതായിട്ട് വരുന്ന സിനിമകൾ എല്ലാം ഗംഭീരമാണ്. തിയേറ്ററുകൾ ഇളക്കി മറിക്കാൻ പോകുന്ന സിനിമകൾ തന്നെയാണ്. കാത്തിരിക്കാം ഈ സിനിമകളെല്ലാം തിയേറ്ററിൽ എത്താൻ വേണ്ടിയും ആ സിനിമകളെല്ലാം പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുക്കാൻ വേണ്ടി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ ബൈ.